ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുണ്ടല്ലോ ഇങ്ങനൊരു ഷെൽഫിൻ്റെ എങ്ങനെയാണ് ഷെൽഫ് നമ്മൾ ആമസോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഷെൽഫ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡാണ് സാധനം, പക്ഷേ നമുക്ക് ഹോം ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹൈറ്റ് വരുന്ന 19 ഇഞ്ചാണ്. മുകളിലത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു റോയുടെ വന്നിട്ട് 12 ഇഞ്ചാണ് വരുന്നത്. ഇത് അടിപൊളിയൊരു സാധനമാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതിന് കുറച്ച് വീതി കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഐറ്റം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വീതിയുള്ള എന്തെങ്കിലും സാധനം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് നോക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് വീതി കുറവായിരിക്കും, പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്ക് ഉള്ള വീതി കിട്ടുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ, ഇപ്പോൾ നമുക്ക് ഷെൽഫായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ കുറച്ച് ട്രോഫികൾ വെക്കാനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ബുക്സൊക്കെ അടുക്കി വെക്കാനായിട്ട് നമുക്ക് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണ് നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ ഓരോരോ സെപ്പറേറ്റ് ആയിട്ടുള്ള വുഡ് പീസുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കിങ്ങനത്തെ ഈ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് വേണം. അവർ തന്നിരിക്കുന്ന സ്ക്രൂസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആദ്യം നമുക്ക് ആ പേപ്പറിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് ഇതിലൊരു ഫുൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കുക. അത് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, കാരണം ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കിൽ വെക്കുന്ന ആ ഒരു വുഡ് പീസ് എന്ന് പറയുന്നത്. അതിനകത്ത് കറക്റ്റായിട്ട് അവർ എവിടെയാണോ സ്ക്രൂ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിക്ക് അതിൻ്റെ ഹോളും ഉണ്ട്. അപ്പം നമ്മൾ സ്ക്രൂ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഹോൾ ഒന്നും കൂടി ഒന്ന് വലുതാക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ആ ഹോളൊന്ന് വലുതാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും. ബിക്കോസ് ആ ഹോള് വന്നിട്ട് വളരെ ചെറുതാണ്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കയറ്റുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ ഒരു ഹോള് കുറച്ചൊന്ന് വലുതാക്കാം. വലിയ സ്ക്രൂ ഡ്രൈവറൊന്നും കുത്തി കയറ്റരുത്, പിന്നെ അത് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ലാണ്ടായി പോകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. എനിവേ, നമ്മുടെ ബാക്കിൽ വെക്കുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്കാണ് നമ്മളിതിനെ ആക്കിയെടുക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് അതിന് നമ്മൾ മുകളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാ സ്ക്രൂസും ഏകദേശം ഒന്ന് തന്നെയാണ്. വലിയ സ്ക്രൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ അക്കാര്യത്തിലൊന്നും നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമേ വരുന്നില്ല. നമ്മൾ ജസ്റ്റ് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് 2 സ്ക്രൂ എടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ചെറിയ വുഡ് പീസിനകത്തും അതിൻ്റെ കറക്റ്റ് ഹോള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെ നമ്മൾ ആ ഹോളും ഒന്ന് വലുതാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ സ്ക്രൂ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് പ്രസ് ചെയ്ത് കയറ്റാവുന്നതാണ്. കുറച്ച് നമ്മൾ ശക്തി എടുത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം ഇത്. ബിക്കോസ് എല്ലാം ഒന്നും ഭയങ്കര ഈസി ആയിട്ട് കയറി പോകത്തില്ല. അപ്പോൾ കുറച്ച് ശക്തിയായിട്ട് നമ്മൾ ബലം പിടിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ചെയ്യും. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു ഷെൽഫ് വെക്കണ മാതിരി ആയിരിക്കില്ല. രണ്ടാമതാകുമ്പോൾ നമ്മുടെ കൈ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാകും. ആ ഒരു രീതിയിലാണല്ലോ സാധാരണ. അങ്ങനെയായിരുന്നു. ആദ്യമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും, രണ്ടാമത് ഒന്നുകൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അപ്പോൾ ഇതെന്തായാലും വലിയ പാടുള്ള പരിപാടിയൊന്നും അല്ല. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് മുൻപ് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വുഡിൽ. അത് ഞാൻ പറിച്ച് കളയുന്നുണ്ട്. മേ ബി ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇൻ കേസ് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ വീഡിയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ആ ഒരു ഷെൽഫിൻ്റെ രണ്ടാമത്തെ വുഡ് പീസാണ് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വാളിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഷർമെൻറ്റ് വെച്ചിട്ട് വാട്ടർ ലെവലൊക്കെ നമ്മൾ നോക്കത്തില്ലേ, കറക്റ്റ് ലെവലാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് നേരെ തന്നെ വെക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനത്തെ ഒരു വുഡ് ഡെക്കോറൊക്കെ പിടിപ്പിക്കുന്നതുകൊണ്ടേ അല്ലെങ്കിൽ അത് എങ്ങാനും ചെരിഞ്ഞൊക്കെ പോയാൽ പിന്നെ അത് പാടായിരിക്കും. നമ്മളത് എഗെയിൻ അത് പറിച്ചിട്ട് വെക്കുമ്പോഴത്തേക്കിനും കുറച്ചൊന്ന് ആകെ ചളകുളമാകും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. വാട്ടർ ലെവലൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് നമ്മുടെ വാളിൽ അറ്റാച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ 2 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റ് പീസ് ഇത് കണ്ടോ, അവസാനം ആകുമ്പോഴായിരിക്കും നമുക്ക് ഐഡിയകളൊക്കെ തെളിയുന്നത്. ഇത് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ. കണ്ടോ എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ. ഞാൻ ഇത്രയും നേരം കയ്യിൽ പിടിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈസി ആയിട്ടുള്ള മെത്തേഡ്സൊക്കെ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അവസാനമായിരിക്കും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഐഡിയാസൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഐഡിയ ആദ്യമേ തോന്നും. അപ്പോൾ എന്തൊരു ഈസി ആയിട്ട് ചെയ്യാൻ കണ്ടോ, 2 കൈയും നമുക്ക് വേദനയൊന്നും എടുക്കില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നിലത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇതേ രീതി 2 കൂടെ ചെയ്യാമായിരുന്നു എനിക്ക് അവസാനം ചെയ്തപ്പോൾ തോന്നി. പക്ഷേ എന്ത് പറയാനാണ്, കാര്യങ്ങളെല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കിനും നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വലിയ സ്ക്രൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഫുള്ളും ആ ഒരു ഹോളിലേക്ക് ഇറക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് പോലും ഇങ്ങനെ പുറത്തോട്ട് നിൽക്കരുത്. നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് സ്ക്രൂ ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ കണ്ട ഒരു ഔട്ട്പുട്ട് ആ ഒരു രീതിയിലേക്ക് ഈ സംഗതി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഇതൊരു ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ഞാൻ വിചാരിച്ചത് എനിക്കിത് വിളക്ക് വെക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് വിളക്കൊന്നും വെക്കൽ പോസിബിൾ അല്ല. ഇതിനകത്ത് ആക്ച്വലി 20 കിലോ വരെ വെക്കാം എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. പക്ഷേ 20 കിലോയൊക്കെ നിങ്ങൾ വെക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ ആ ചെയ്യുന്ന സ്ക്രൂ വെച്ചിട്ട്, നമ്മളൊരു നോർമൽ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് ഭിത്തിയിൽ അറ്റാച്ച് ചെയ്യുന്നത്. സോ അതിൽ നിങ്ങൾ 20 കിലോ ഒന്നും വെക്കാതിരിക്കുക. അത്യാവശ്യം നമുക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതൊരു അടിപൊളി സാധനമായിട്ടാണ് തോന്നിയത്. ഭിത്തിയിൽ നമുക്ക് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കാം. എന്തായാലും നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഭിത്തിയിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഡ്രില്ലർ യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ, അല്ലാതെ നോർമലി നമ്മൾ ചെയ്യരുത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐറ്റം ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യുക. കറക്റ്റായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, കറക്റ്റായിട്ട് സൈസ് നോക്കുക, നിങ്ങളുടെ ആവശ്യത്തിനുള്ള സൈസ് അതുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി വെയിറ്റുള്ള സാധനങ്ങൾ അതിന്മേലെടുത്ത് വെക്കാണ്ടിരിക്കുക. പിന്നെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അത് നിങ്ങൾ പൊളിച്ച് കളയുക. നല്ല രീതിയിൽ ഈ ഒരു സ്ക്രൂ ബുഷും കൂടി ഇട്ടിട്ട് വേണം ഇത് ഭിത്തിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.